എന്റെ ഒരു 6 വർഷത്തെ വെൽത്ത് റിലേഷൻഷിപ്പ് മാനേജർ എന്നുള്ള ഒരു കരിയറിലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാൻ കണ്ടുവന്ന ക്ലയൻസിൽ ഒരു 3 ടൈപ്പ് ഓഫ് ക്ലയൻസിനെയാണ് ഞാൻ കൂടുതലായിട്ട് കാണുന്നത്. ഒന്നാമത്തെ ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻവെസ്റ്റ്മെന്റ് ഇതുവരെ ചെയ്തിട്ടില്ല. അവർക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് എന്തൊക്കെ കുറച്ച് നോളജസ് ഉണ്ട്. പക്ഷേ എല്ലാം അറിയില്ല, അല്ലെങ്കിൽ വ്യക്തമായിട്ട് ഒരു ധാരണയില്ലാത്തതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ മടിയായിട്ട് നിൽക്കുന്നവരാണ്. കാരണം അതിലത്തെ കോംപ്ലിക്കേറ്റഡ് വാക്കുകളുണ്ട്, കോംപ്ലക്സിറ്റി ഉണ്ട്, അങ്ങനെ പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഇവരോട് നമുക്ക് സത്യം പറഞ്ഞാൽ ഈസിയാണ്, ഇവരെ നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ ഈസിയാണ്. കാരണം ഇവരോട് നമുക്ക് സെബിയുടെ ഗൈഡൻസിനെ കുറിച്ചും അതുപോലെ തന്നെ ഇതിന്റെ റിസ്ക്കും അതുപോലെ തന്നെ ഇതിൽ നമുക്ക് സേഫ് ആയിട്ട് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവർ കുറച്ച് SIP വഴിയായിട്ടും നല്ല മ്യൂച്വൽ ഫണ്ട്സിലും അല്ലെങ്കിൽ കുറച്ച് ലോങ് ടൈം സ്റ്റോക്സുകളിലൊക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. രണ്ടാമത്തെ ആൾക്കാരുണ്ട്, അവർ പക്ക പ്രൊഫഷണൽ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ്, ലോങ് ടൈം ആയിട്ട്. അതായത് അവരുടെ ഫാദറോ ഗ്രാൻഡ് ഫാദേഴ്സോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് കറക്റ്റ് ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ അവർ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് വരുന്നവരാണ്. മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്, ഇവരാണ് സത്യത്തിൽ ഞാൻ ഇപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവരെ കുറിച്ച് തന്നെയാണ്. അതായത് ഞാൻ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാം, എനിക്ക് മാസം നിങ്ങൾ എത്ര രൂപ വെച്ച് തരാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മാസം എത്ര കിട്ടും എന്നുള്ള ചോദ്യം കൊണ്ടാണ് ഇവർ ആദ്യം തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്യുക. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇവർക്ക് ആക്രാന്തമാണ് ഇവരുടെ ലക്ഷ്യം. ഈ മൂന്നാമത്തെ കാറ്റഗറിയിലുള്ളവരോട് ഞാൻ സംസാരിക്കുമ്പോൾ സ്ഥിരം ഞാനും അവരോട് തിരിച്ച് കൗണ്ടറായിട്ട് ചോദിക്കുന്നതാണ്, എങ്ങനെ 1 ലക്ഷം രൂപ വെച്ചിട്ട് ഇത്രയൊക്കെ കാശ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ എനിക്കൊരു ലാപ്ടോപ്പ് അടിച്ച് വീട്ടിലിരുന്ന് 1 ലക്ഷം രൂപ എവിടെ നിന്ന് കടം മേടിച്ച് എനിക്ക് ഇട്ടിട്ട് എനിക്ക് കാശ് ഉണ്ടാക്കിയാൽ പോരെ. അപ്പോൾ ഇങ്ങനെ നടക്കില്ല എന്നുള്ളതാണ് സത്യം. നമ്മളൊരു എമൗണ്ട് ഇട്ടിട്ട് അതിൽ നിന്ന് നമുക്ക് എന്നും ഫ്യൂച്ചർ ഓപ്ഷൻ ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ എന്നും ഇൻട്രാഡേ ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാം, അതിലൂടെ നമുക്ക് വലിയൊരു ഭാവി കണ്ടെത്താം എന്നൊക്കെ പറയുന്ന യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിലത്തെ വീഡിയോസ് ഒക്കെ ഫേക്ക് ആണ്. അവർ ട്രേഡിങ്ങിലൂടെ അല്ല അവർ കാശ് ഉണ്ടാക്കുന്നത്. അവർ ഇത്തരത്തിലുള്ള വീഡിയോസ് വിറ്റ് കിട്ടുന്ന പണമാണ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ്. സെബിയുടെ കണക്ക് തന്നെ പറയുന്നുണ്ട് F&O ചെയ്യുന്ന 95% പേരും ലോസിലാണെന്ന്. അപ്പോൾ വിചാരിക്കും ബാക്കി 5% പേരുണ്ടല്ലോ. ഈ 5% പേര് ആരാണെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളൊക്കെ? അത് DISും FISും പോലെ കോടികൾ എറിയുന്ന ഇൻവെസ്റ്റ്മെന്റ് ടീമുകളാണ്. അവരെ കോടികൾ ട്രേഡ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ അവർക്ക് AI ചാറ്റ് ബോട്ട്സുകളും അല്ലെങ്കിൽ അവർക്ക് ഡാറ്റ അവൈലബിൾ ആണ് അത്രയധികം. നമുക്ക് എന്താണുള്ളത്? നമ്മൾ ഈ ടിവിയിലും പത്രത്തിലും ന്യൂസ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റാസ്. ഈ ടിവിയിലും പത്രത്തിലൊക്കെ ന്യൂസ് വരാൻ മുമ്പ് കിട്ടേണ്ടവർക്കൊക്കെ ആ ന്യൂസ് കിട്ടിയിട്ടുണ്ടാവും. നമ്മളാണ് ഏറ്റവും അവസാനം ന്യൂസ് അറിയുന്നവര്. അതായത് എന്ത് ന്യൂസ് ആവട്ടെ ആ ന്യൂസിന്റെ ഏറ്റവും അവസാനം അറിയുന്നത് റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ സാധാരണക്കാരനാണ്. F&O ചെയ്യുന്ന പലരും വിചാരിക്കുന്നത് അവർ വലിയ കഴിവുള്ളവർ, സ്കില്ലുള്ളവരാണ്, അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതായത് ദിവസം ഒരു 1000 രൂപ വെച്ച് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ 2000 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. ഒരു ദിവസം കിട്ടാം, 2 ദിവസം കിട്ടാം, 3 ദിവസം കിട്ടാം, 10 ദിവസം കിട്ടാം, ഓട്ടെ 6 മാസം വരെ നമുക്ക് കിട്ടാം. പക്ഷെ 7ാമത്തെ മാസത്തിലെ 10ാമത്തെ ദിവസം ഉണ്ടല്ലോ, ഒരൊറ്റ ദിവസം മതി നിങ്ങളുടെ പ്രോഫിറ്റും ഇൻക്ലൂഡിങ് നിങ്ങളുടെ ക്യാപിറ്റൽ അടക്കം വൈപ്പ് ഔട്ട് ചെയ്തുകൊണ്ട് ബാക്ക് ടു സീറോയിലേക്ക് നിങ്ങൾ എത്താൻ. അങ്ങനെ എത്തിയവരാണ് ഈ പറഞ്ഞ 95% ആൾക്കാരും. ആ സത്യം ഒരിക്കലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യില്ല. നമുക്ക് 10 ദിവസം പ്രോഫിറ്റ് ഇടുമ്പോൾ നമുക്ക് അങ്ങോട്ട് അഹങ്കാരം, ഈ മാർക്കറ്റ് എല്ലാം എന്റെ കൺട്രോളാണെന്ന്. വെറുതെ തോന്നുന്നതാ, ഒന്നും നടക്കില്ല. പിന്നെ ഈ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ എന്ന് പറയുന്ന ഈ സെഗ്മെന്റ് തന്നെ നമുക്ക് വെറുതെ ചുമ്മാ അങ്ങോട്ട് ട്രേഡ് ചെയ്ത് കാശ് ഉണ്ടാക്കാനുള്ള ഒരു സിസ്റ്റം ഒന്നല്ല. അതായത് മാർക്കറ്റ് മുകളിൽ പോകുകയാണെങ്കിൽ കോൾ മേടിക്കുക, കാശ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ മാർക്കറ്റ് പൊളിയാണെങ്കിൽ പുട്ട് മേടിക്കുക, കാശ് ഉണ്ടാക്കുക. ഇതല്ല സത്യത്തിൽ, ഇതിന് വേണ്ടിയിട്ടല്ല ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ഉള്ളത്. ഇത് ഹെഡ്ജിങ് ആണ്. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും സ്റ്റോക്സ് ഉണ്ടെങ്കിൽ ആ സ്റ്റോക്ക് താഴെ പോകുമ്പോൾ ആ റിസ്ക് കുറയ്ക്കാനുള്ള ഹെഡ്ജിങ് പ്രോസസ് ആയിട്ടാണ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ എന്ന കോൺസെപ്റ്റ് തന്നെയുള്ളത്.